നമസ്കാരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിനുണ്ടായ കനത്ത തോൽവിക്ക് കാരണം CPMന്റെ നിലപാടുകളാണെന്ന് രൂക്ഷ വിമർശനവുമായി DYFI തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പിണറായി വിജയൻ നടത്തിയ ചില പരാമർശങ്ങൾ വോട്ടർമാർക്കിടയിൽ വലിയ ദോഷം ചെയ്തുവെന്നും DYFI പറയുകയും ചെയ്തു. പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ പൊതുചർച്ചയിലാണ് ഇത്തരത്തിൽ വിമർശനമുയർന്നത്. പാർട്ടിയുടെയും സർക്കാരിന്റെയും ശൈലിയിൽ മാറ്റം വരുത്താതെ മുന്നോട്ടു പോകാനാകില്ലെന്നാണ് യുവജന സംഘടനയുടെ വിലയിരുത്തൽ. പാർട്ടി നേതാക്കളുടെ ബന്ധുക്കളെയും മക്കളെയും സ്ഥിരമായി സ്ഥാനാർത്ഥികളാക്കുന്ന പ്രവണത പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നും യോഗത്തിൽ കടുത്ത ആവശ്യമുയർന്നു. തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകാൻ LDF തയ്യാറാകാത്തതിനെ വലിയ അമർഷമാണ് ഇത്തരത്തിൽ DYFI യോഗത്തിൽ ഉയർത്തിയത്. വിരുദ്ധ ചേരിയിലുള്ള UDF യുവാക്കൾക്ക് നൽകുന്ന പ്രാതിനിധ്യം പോലും ഇടതുമുന്നണിയിൽ ലഭിക്കുന്നില്ല. പുതുതലമുറയെ ആകർഷിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെടുകയാണെന്നും പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ പോലും വിള്ളലുണ്ടായതായും നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു. പുതിയ വോട്ടർമാരുടെ ചിന്താഗതികൾക്കൊപ്പം സഞ്ചരിക്കാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ല എന്നത് ഗൗരവമായി കാണണം. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനു പകരം വ്യക്തിപരമായ പരാമർശങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും പ്രചരണം വഴിമാറിയത് തിരിച്ചടിയായി. പിണറായി വിജയന്റെ പല പ്രസ്താവനകളും ജനങ്ങളിൽ അകൽച്ചയുണ്ടാക്കാൻ കാരണമായി. ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും പാർട്ടിയും സർക്കാരും അകന്നു പോകുന്നു എന്ന തോന്നൽ പൊതുസമൂഹത്തിൽ ശക്തമാണ്. ഇത് തിരുത്താൻ പാർട്ടി നേതൃത്വം അടിയന്തരമായി ഇടപെടണമെന്നും DYFI ആവശ്യപ്പെടുകയും ചെയ്തു. തോൽവിയെക്കുറിച്ച് കേവലം ചെറിയ അന്വേഷണം നടത്തിയാൽ പോരാ, താഴെത്തട്ടിൽ തിരുത്തൽ നടപടികൾ വേണമെന്നാണ് ഉയർന്നുവന്ന പൊതുവികാരം. സഹകരണ ബാങ്ക് വിവാദങ്ങളും ഭരണവിരുദ്ധ വികാരവും വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചു. മട്ടന്നൂരിൽ VK സനോജിന്റെ ഭൂരിപക്ഷം കുറഞ്ഞത് നേതൃത്വം ഗൗരവമായി പരിശോധിക്കണമെന്ന് സമ്മേളനത്തിൽ ആവശ്യമുയർന്നു. പാലക്കാട് ജില്ലയിൽ CPM നേതാവായ സുരേഷ് ബാബുവിനെ പോലെയുള്ള ആളുകൾ DYFIയെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുകയാണെന്നും ഇത് സംഘടനയുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്നും വിമർശനമുയരുന്നുണ്ട്. DYFI CPMന്റെ ഒരു B ടീം മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന ഗുരുതരമായ ആരോപണവും ചർച്ചയിൽ ഉയർന്നുവന്നു. സ്വതന്ത്രമായ നിലപാടുകളോ പ്രവർത്തനങ്ങളോ ഇല്ലാതെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ജില്ലയിൽ നിർജീവമായിരിക്കുകയാണ്. രാഷ്ട്രീയമായ പോരാട്ടങ്ങൾക്ക് പകരം സേവന പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന രീതി DYFIയുടെ സ്വാഭാവികമായ കരുത്തിന് തിരിച്ചടിയാണെന്നും ചർച്ചയിൽ അഭിപ്രായമുയർന്നു. എന്തായാലും ഈ ഒരു ഇടതുപക്ഷത്തിന്റെ വലിയ തോൽവിയിൽ പിണറായി വിജയനെതിരെ എങ്ങും പൊതു വിഷയമായി ഉയരുന്നത് ജനവികാരമാണ്. ഇത്തരത്തിൽ പാർട്ടിയെ പിന്നോട്ട് നയിച്ചത് മുഖ്യമന്ത്രിയുടെ ചില സ്വഭാവങ്ങളാണെന്നും പാർട്ടിയിൽ പലരും വിമർശനമുന്നയിച്ചിരുന്നു. അതുപോലെ തന്നെ ഗോവിന്ദന്റെ പല ഇത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളും തോൽവിക്ക് മുന്നോടിയായി എന്നാണ് അണികളിൽ നിന്നുയർന്നുവന്ന വിമർശനം.